ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ പി എസ് സി എക്സാമിൽ ശരിക്കും ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ളവരുണ്ടാവാം, അല്ലേ? അപ്പോൾ ആദ്യം ചിലപ്പോൾ പ്രയാസമാണെന്നൊക്കെ വന്ന് പിന്നെ പഠിച്ച് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയവരുണ്ടാവും. പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ആദ്യമേ ഉറപ്പിച്ചു വെച്ച് സയൻസിനെ പ്രശ്നമാക്കി എടുത്ത ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിച്ചെടുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ മനസ്സിലാക്കുക, പി എസ് സി എക്സാം എന്ന് പറയുന്ന സമയത്ത് അവിടെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് ആ സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും സുഖമായിട്ട് നമുക്ക് എല്ലാ ടോപ്പിക്കുകളും പഠിച്ചെടുക്കാൻ പറ്റും, ഏത് സബ്ജക്റ്റിലാണെങ്കിലും. ഇപ്പോൾ ബയോളജിയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഒഴിവാക്കിക്കൊണ്ട് ബയോളജിയിൽ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ കഴിയില്ല, അല്ലേ? മനുഷ്യ ശരീരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പിന്നെ രോഗങ്ങളെക്കുറിച്ച്, പരിസ്ഥിതി, ഇങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ടാണ് അധിക എക്സാമിൻ്റെയും സിലബസ്. കുറേയൊക്കെ കാര്യങ്ങൾ കോമൺ ആണ്. അപ്പോൾ ഈ മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളാണ്, ദഹനവും ശ്വസനവും രക്തവും, അല്ലെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പിക്ക്, നമുക്ക് പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്ക്, ചിലരെങ്കിലും പ്രയാസമാണ് എന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിനെ എങ്ങനെ നമുക്കൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെടുക്കാം, ഈ കാര്യങ്ങളിലേക്കൊന്ന് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ രക്തപര്യന വ്യവസ്ഥ, അല്ലെ? ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനെയാ പറയാം, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് ഇംഗ്ലീഷ് പറയും. രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ആ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ രക്തത്തിനെ പറ്റിയും രക്തത്തിനകത്തുള്ള കോശങ്ങൾ, രക്തകോശങ്ങൾ, RBC, WBC ഇതൊക്കെ പഠിക്കും. അതുപോലെ ഈ രക്തപര്യന വ്യവസ്ഥ പഠിക്കുമ്പോൾ രക്തവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഈ രക്തപര്യന വ്യവസ്ഥേൻ്റെ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന അവയവത്തിനെ കുറിച്ച് പഠിക്കാനുള്ള, അല്ലേ? അപ്പോൾ ഹൃദയത്തിനെ പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗങ്ങൾ, ചില വാൽവുകളുണ്ട്, വാൽവിൻ്റെ പേര്, ഈ ഹൃദയത്തിൻ്റെ അറകൾ, ഈ രക്തം എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഹൃദയം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ, ഇപ്പോഴും രക്തം എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് ഇതുവരെ ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാൻ പോവാണ്. ഓക്കെ, റെഡി അല്ലേ? ശ്രദ്ധിച്ചോ. അപ്പോൾ എന്തായാലും ഏത് ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞാൽ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതായി ചിത്രം കണ്ടാൽ അറിയാം, ഇതിലൊരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലേ? കുറേ രക്തക്കുഴൽ ചുവന്ന കളറിലും കുറേയൊക്കെ നീല കളറിലും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചുവന്ന കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം ഒഴുകുന്ന രക്തക്കുഴലുകളെയാണ് കാണിച്ചത്. പിന്നെ ഓക്സിജൻ ഇല്ലാത്ത, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള അശുദ്ധ രക്തം ഒഴുകുന്ന കുഴലുകളുണ്ട്, അത് നീല കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ പ്രധാനം ഇതാ നമ്മളെ ഹൃദയത്തിൻ്റെ പറ്റി ഇതാ കൊടുത്തു, അല്ലേ? അപ്പോൾ ഹൃദയമാണ് ശരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഏറ്റവും സെൻറ്ററിൽ നിന്ന് മെയിനായിട്ട് ആളായി നിന്നുകൊണ്ട് ഈ രക്തത്തിനൊക്കെ എന്ത് ചെയ്യുന്ന അവയവമാണ് ഹൃദയം എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഒരിക്കലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം രൂപപ്പെടുകയല്ല. പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങുന്ന രക്തത്തിനെ ഹൃദയം എന്ത് ചെയ്യാണ്, മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യാണ്. ഓക്കെ, പമ്പ് ചെയ്യാണ്. നമ്മൾ കിണറിനകത്തൊരു മോട്ടോർ വെള്ളം പമ്പ് ചെയ്യുന്നു, അല്ലേ? അതേപോലെ രക്തത്തിനെ പമ്പ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മുടെ ഹൃദയം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഹൃദയത്തിനെ പറ്റിയുള്ള 1-2 പോയിന്റ് ഇപ്പോൾ തന്നെ പറഞ്ഞു, അതൊന്നൊരു പോയിന്റായി മാറ്റുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഷോർട്ട് നോട്ടുകൾ എഴുതിയെടുക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പിടിച്ചെടുക്കാൻ പറ്റുക, അതുമാത്രം എഴുതി വെക്കുക, അങ്ങനെ ശീലിക്കുക. വാരി വലിച്ച് എന്താണെന്ന് ഐഡിയ ഇല്ലാതെ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പം അവിടെ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ പോയിന്റുകൾ ഷോർട്ടായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കിട്ടിയൊരു സാധനമാണ്, ഒന്ന് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മളെ ഹൃദയത്തിനെയാണ്. ഓക്കെ, രക്തത്തിന് എന്താ ചെയ്യുന്നത്? ഹൃദയം എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രക്തത്തിനെ നിരന്തരമായിട്ട് പമ്പ് ചെയ്യുന്ന അവയവമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നോക്കുക, രക്തക്കുഴലിലൂടെ അപ്പോൾ നാനാഭാഗത്തും തുടർച്ചയായിട്ട് ഒഴുകുകയാണ് ചെയ്യുക. ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുമ്പം ആ രക്തക്കുഴലിൽ കൂടെ എല്ലാ ഭാഗത്തും എവിടേക്കൊക്കെയാണോ പോകേണ്ടത് ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. റെഡിയല്ലേ? ഇനി ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മളെ ഹൃദയം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തലയിലൊന്നും അല്ല തൊട്ട് കാണിക്കുക, താഴെ വയറിലല്ല, ഹൃദയം ഇവിടെയാണ്. നമ്മൾ നെഞ്ച്, അല്ലെ, ഹൃദയത്തിൽ തൊട്ട് പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണ്, അല്ലേ? അപ്പം നെഞ്ചിൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ മുകൾ ഭാഗത്താണ് വരുന്നത്. മുകൾ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഔരസാശ്യം. ഓക്കെ, എന്താണ് ഔരസാശ്യം? തൊറാസിക് ക്യാവിറ്റി എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക, അല്ലെങ്കിൽ തൊറാക്സ് എന്ന് പറയാറുണ്ട്. തൊറാസിക് ക്യാവിറ്റി, ഔരസാശ്യം, ശരീരത്തിൻ്റെ മുകൾ ഭാഗം. ഓക്കെ, അപ്പോൾ ഹൃദയം ഏതാണ്ട് ഇവിടെ നടുക്കാണ് എന്ന് പറഞ്ഞാലും കറക്റ്റ് നടുക്കല്ല, ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് അറിയാം. നമ്മളെ 2 ഭാഗത്ത് ശ്വാസകോശമുണ്ട്, 2 ശ്വാസകോശവും ഒരു ഹൃദയമാണ്, മറക്കരുത്. അപ്പോൾ ഇടതും വലതും ആയിട്ട് ശ്വാസകോശമുണ്ട്, അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ആരെ സ്ഥാപിച്ചിട്ടുണ്ട്? ഹൃദയവും. ഓക്കെ, അപ്പോൾ ഔരസാശ്യത്തിലാണ് നമ്മളെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു പരന്നൊരു അസ്ഥിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് മാറല്.
മാറലിൻ്റെ പിറകിലായിട്ടാണ് ആരുടെ സ്ഥാനം? ഹൃദയത്തിൻ്റെ സ്ഥാനം. ഓക്കെ, അപ്പോൾ പൗരസാക്ഷ്യത്തിൽ ഇവിടെ കാണപ്പെടുന്ന പരന്ന രസ്തീൻ്റെ മാറല് അതിൻ്റെ പിന്നിലായിട്ടാണ് ആര്? നമ്മളെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെ പറ്റിയുള്ള കാര്യം, നമ്മളെ അവയവത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലിങ്ങനെ ഒരു ഇമാജിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. ഹൃദയം എവിടെയാണെന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതാ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക, എല്ലാ പോയിന്റും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2 ശ്വാസകോശങ്ങളുടെയും നടുവെന്ന് പറഞ്ഞാൽ അപ്പോൾ കറക്റ്റ് നടുക്കാണോ ചോദിച്ചാൽ എങ്ങനെയാണ്? ഇടതുവശത്ത് അല്പം ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ജസ്റ്റ് ഈ ഒരു ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് അവിടെ നിന്ന് ക്ലിയർ ആണ്. ഇതൊരു ശ്വാസകോശം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെറുതെ നമുക്ക് വരച്ചു നോക്കാം അല്ലേ. ഇത് നമ്മളൊരു ശ്വാസകോശമാണ്. അതേപോലെ ഇതെന്താ? ഇത് വേറൊരു ശ്വാസകോശമാണ്. 2 ശ്വാസകോശം, ആകെ 2 എണ്ണമാണുള്ളത്. അപ്പം ഇത് ഇടത്തെ ശ്വാസകോശം, ഇത് നമ്മളെ ഇടതുള്ള ശ്വാസകോശമാണ്, ഇത് നമ്മുടെ വലതുള്ള ശ്വാസകോശമാണ്. നമ്മളെ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ചിത്രത്തിൽ നമ്മളെ കൈയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ വരിക കേട്ടോ. ഇത് നമ്മളെ വലത് കൈയാണെങ്കിലും ചിത്രം ഇങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോൾ എന്താ? അത് അതിൻ്റെ ഇടതല്ലേ അല്ലേ, നമ്മൾ മിറർ ഇമേജ് ഒക്കെ പോലെ. അപ്പോൾ ഇത് ഇടതും ഇത് വലതുമാണ്. ഹൃദയം അതിനെ നടുക്കാണ്. ഇതാണ് നമ്മളെ ഹൃദയം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൃദയം ഇടത്തെ ഭാഗത്തേക്ക് ചരിഞ്ഞാണ് കാണുന്നത്. കണ്ടില്ലേ, ഇടത്തെ ഭാഗത്തേക്ക് ചരിഞ്ഞ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇടത്തെ ശ്വാസകോശമില്ലേ കുറച്ച് ചെറുതായിരിക്കും. വലതും ഇടതും ശ്വാസകോശം നോക്കുമ്പം വലത്തേത് കുറച്ച് വലുതും ഇടത്തേത് കുറച്ച് ചെറുതുമാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹൃദയം അങ്ങോട്ട് നിൽക്കുമ്പോൾ ഹൃദയത്തിന് വേണ്ടിയിട്ടൊന്ന് ഒതുങ്ങി കൊടുത്തതാണ് അല്ലേ. അപ്പോൾ വലത് ശ്വാസകോശം വലുതാണ്. അപ്പോൾ മാറിപ്പോവാതെ ഇങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട്. വലത് ശ്വാസകോശം എന്താണ്? ഇടത്തിനേക്കാൾ കുറച്ച് വലുതാണ്. അപ്പോൾ ഓർമ്മിക്കാൻ എളുപ്പമാണ്. വലത് ഓക്കെ, വലത് ആരാണ്? ശ്വാസകോശം കുറച്ച് വലുതാണ്. അതിൻ്റെ റീസൺ ആണ് പറഞ്ഞത്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ എന്താ? 2 ശ്വാസകോശങ്ങൾക്കിടയിൽ നടുവിൽ എന്ന് പറയാം, അല്ലെ ഇടത്തോട്ട് അല്പം ചെരിഞ്ഞാണ് ഇതിൻ്റെ സ്ഥാനം. പിന്നെ ഒരാളെ ഹൃദയത്തിൻ്റെ വലുപ്പം ഒക്കെ പറയുകയാണ്. നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ മുഷ്ടി അല്ലേ, അപ്പോൾ ആ മുഷ്ടീൻ്റെ ഏകദേശം വലുപ്പമാണ്, ഏകദേശം. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക. കിട്ടിയില്ല? അപ്പോൾ എത്ര പോയിന്റാണ് നമുക്ക് കിട്ടിയത്? പിന്നെ നമ്മൾ ഹൃദയത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഹൃദയത്തിനെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഹൃദയത്തിന് സംരക്ഷണം കൊടുക്കാൻ ഇത് നമ്മളെ ഹൃദയമാണെങ്കിൽ ഇത് നമ്മളെ ഹൃദയമാണെങ്കിൽ ഇത് നമ്മളെ ഹൃദയമാണെന്ന് വിചാരിക്കാം. നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരച്ചു വെക്കാറുണ്ട് അല്ലേ. നമ്മളെ ഹൃദയമാണെന്ന് വിചാരിക്കാം. ഈ ഹൃദയത്തിനെ പൊതിഞ്ഞ് 2 ആവരണങ്ങളാണ് കേട്ടോ, ഇരട്ടപ്പാളിയാണ്, 2 ആവരണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ആവരണത്തിൻ്റെ പേരാണ്, ഇരട്ട സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് എപ്പോഴും ചോദിക്കുന്നതാണ് പെരികാർഡിയം. ഓക്കെ, എന്താ പറയുക? പെരികാർഡിയം എന്ന് പറയുന്ന ഇരട്ട ആവരണം കൊണ്ടാണ്. ഇപ്പോൾ 2 ആവരണമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട്. പോരാത്തതിന് 2 കവറിങ് കൊണ്ട് 2 കവറിങ്ങിൻ്റെ ഇടയിലായിട്ട് ഒരു ദ്രാവകം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ദ്രാവകത്തിൻ്റെ പേരെന്തായിരിക്കും? പെരികാർഡിയത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ദ്രവത്തിൻ്റെ പേരാണ് പെരികാർഡിയൽ ദ്രവം. ഓക്കെ, എന്താണ്? പെരികാർഡിയൽ ദ്രവം എന്നാണ് പറയുക. ഓക്കെ, പെരികാർഡിയൽ ദ്രവം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ദ്രവം നിറച്ചതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൃദയം എപ്പോഴും ഇങ്ങനെ മിടിക്കുകയാണ് അല്ലേ. ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ് ചെയ്യാണ്. രക്തത്തിന് ഹൃദയം ഇങ്ങനെ ചുരുങ്ങും, എന്നിട്ട് നിവരും അല്ലേ. അപ്പോൾ ഹാർട്ട് ബീറ്റ് നടക്കുകയാണ്, രക്തം പമ്പ് ചെയ്യുന്നു, രക്തം പിന്നെയും വന്ന് നിറയുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പം ഈ 2 സ്ഥലങ്ങൾ കൂട്ടി ഉരസാൻ പാടില്ല, ഘർഷണം ഉണ്ടാവാൻ പാടില്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ എന്ത് നിറച്ചത്? ദ്രാവകമായ പെരികാർഡിയൽ ദ്രവത്തിനെ നിറച്ചു വെച്ചത്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഹൃദയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ, നമ്മൾ പഠിച്ചെടുത്തില്ലേ അല്ലേ, കുറച്ച് പോയിന്റ് കിട്ടിയില്ലേ. അപ്പോൾ എന്തായാലും ഹൃദയത്തെക്കുറിച്ചുള്ള ഈ പഠനത്തിന് പറയുന്ന പേരാണ്, ഹൃദയത്തിനെ കുറിച്ചുള്ള പഠനം, ഹൃദയത്തെക്കുറിച്ചുള്ള ഈ പഠനത്തിന് പറയുന്ന പേരാണ് എന്ത്? പെരികാർഡിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടും നമ്മൾ അധികം എന്താണ്? കാർഡിയോളജി. ഓക്കെ, എന്താണ്? കാർഡിയോളജിയാണ്. കാർഡിയോളജി എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാർ എന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ ചിലർക്ക് ഹൃദയം തന്നെയാണ്, ചിലർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അവരുടെ കാറ് അല്ലേ. അപ്പോൾ കാർഡിയോളജി എന്ന് ആലോചിച്ച് വെച്ചേക്കാം. യെസ്, റെഡി, ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ നമ്മൾ ഹൃദയത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അറയനെ പറ്റി പഠിക്കുന്ന സമയം ഹൃദയത്തിനകത്ത് എത്ര അറകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കേസ് നമുക്ക് ആദ്യം പറയാം അല്ലേ. മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 അറയാണ് ഉണ്ടാവുക. ഇത് ഹൃദയത്തിൻ്റെ ഒരു ചിത്രം കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു കളർഫുൾ ഒരു ക്യൂട്ട് ഡയഗ്രം അല്ലേ. അപ്പോൾ നോക്കി, ഈ ഡയഗ്രത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപേ നമുക്ക് നമ്മളതായ സ്റ്റൈലിൽ ഒരു ഹൃദയം വരച്ചു നോക്കട്ടെ. ഹൃദയമായി വരുമെന്നൊന്നും അറിയില്ല, എന്നാലും വെറുതെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു മാക്രിക്കുട്ടനെ പോലെ നമ്മളിങ്ങനെ ജസ്റ്റ് വരയ്ക്കാൻ നമ്മളെ ഹൃദയമാണെന്ന് വിചാരിക്കാൻ വിഷമമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഹൃദയം. ഹൃദയത്തിനെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, എന്നിട്ട് ഇങ്ങനെയും കൂടെ അങ്ങോട്ട് വരയ്ക്കാൻ. അപ്പം 4 അറ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വരച്ചേട്ടോ. 4 അറകൾ കിട്ടിയില്ലേ ഗൈസ്, 4 അറ. ഈ 4 അറയിൽ ഇതാ 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത്, 4ാമത്തത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഈ മുകളിലത്തെ അറകൾ അവർക്ക് വിളിക്കേണ്ട പേരാണ് ഏട്രിയം എന്ന് വിളിക്കുക കേട്ടോ. മുകളിലത്തെ അറേൻ്റെ പേരാണ്
ഏട്രിയം. ഏട്രിയം അഥവാ ഓറിക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. താഴെയുള്ള അറകളിലെ ഇവരെ പേരാണ് വെൻട്രിക്കിൾ. അപ്പം ആകെ 4 അറയുണ്ട്. അപ്പം ഏട്രിയം അതേപോലെ തന്നെ വെൻട്രിക്കിൾ എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, റെഡി, ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ സെറ്റാക്കി വെക്കേണ്ട സാധനമാണ് ഹൃദയം. പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഹൃദയത്തിന് ഇടതുവശം വലതുവശം ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുക്കണം. ഇതാണ് വലതുവശം. എപ്പോഴും വരച്ചു കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ വലത് ആയിട്ട് ഇവിടെ സെറ്റ്, നമ്മളെ വലതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, കാരണം ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ചിത്രമാണ്. ഇതിനെ എന്ത് ചെയ്യുക, ഇടതുവശമായിട്ടും കണക്കാക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇതെന്തായിരിക്കും, ഇത് ഇടത്തുഭാഗത്തുള്ള ഏട്രിയം, ഇത് വലതുഭാഗത്തുള്ള ഏട്രിയം. അതേപോലെ ഇത് വലതുഭാഗത്തുള്ള വെൻട്രിക്കിൾ. ഇത് ഇടതുഭാഗത്തുള്ള ഏട്രിയം, ഇത് ഇടതുഭാഗത്തുള്ള വെൻട്രിക്കിൾ. ഇങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കാം. റെഡി? അപ്പോൾ ഹൃദയത്തിൻ്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ റഫായിട്ട് വരയ്ക്കുന്നു. 4 അറകളാണ്, 1 2 3 4 എന്ന 4 അറ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ കാണപ്പെടുന്ന ഈ 2 അറകൾക്കും കൂടെ നമ്മൾ പറയുന്ന പേരാണ് ഏട്രിയം. ഓക്കെ, ഏട്രിയം. താഴത്തത് വെൻട്രിക്കിൾ. പിന്നെ ഇവിടെ ഏതാണ്, വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുൾ, ഇത് മൊത്തം വലതുഭാഗം, ഇത് മൊത്തം എന്താ, ഇടതുഭാഗം ആയിട്ട് ഫിക്സ് ചെയ്യാം. റെഡി? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാണ്. അതിൻ്റെ മുൻപേ ഒരു ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ ഇത് വലതുഭാഗത്തുള്ള ഏട്രിയം എന്നല്ലേ പറഞ്ഞേ, RA എന്ന് പറയാം, റൈറ്റ് ഏട്രിയം, ഇംഗ്ലീഷ് ആക്കി മാറ്റി. ഇനി ഇത് വലതുഭാഗത്ത്, വലതിനെ റൈറ്റ്, അത്ര ഇവിടെ എഴുതാൻ സ്ഥലമുള്ളൂ. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ RV അല്ലേ. ഇനി ഇതേതാ, ഇത് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ അവിടെ എഴുതി വെക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ വലതുഭാഗത്ത്, ഹൃദയത്തിൻ്റെ വലതുഭാഗത്ത് എപ്പോഴും അശുദ്ധ രക്തമാണ് ഉണ്ടായിരിക്കുക. അശുദ്ധ രക്തം എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള രക്തമാണ് വലതുഭാഗത്ത് വരുള്ളൂ. ഇനി ഇടതുഭാഗത്ത് എന്തായിരിക്കും, ശുദ്ധ രക്തമാണ് ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഓക്സിജൻ കൂടുതലുള്ള രക്തമാണ് ഇടതുഭാഗത്ത് ഉണ്ടായിരിക്കുക. അതവിടെ മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ നമ്മൾ വാൽവിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലതുഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രക്തം ഒഴുകും, മുകളിൽ നിന്ന് താഴേക്കാണ് രക്തം ഒഴുകുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഇങ്ങനെ ഒരു 3 ദളങ്ങൾ പോലെയുള്ള വാൽവ് ആയതുകൊണ്ട് വലതുഭാഗത്തെ വാൽവിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്ന സാധനം. ട്രൈകസ്പിഡ് വാൽവ്, ത്രിദള വാൽവ് എന്ന് പറയുന്നത് ആ സാധനം. വലതുഭാഗത്ത് ട്രൈകസ്പിഡ്, ഇടതുഭാഗത്തും വാൽവ് ഉണ്ട്. ആ വാൽവിൻ്റെ പേരാണ് ബൈകസ്പിഡ്. എന്താണ്? ബൈകസ്പിഡ് വാൽവ് എന്നാണ് പറയുക, ബൈകസ്പിഡ് വാൽവ്. ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓർമ്മിച്ച് വെക്കാറുണ്ട്. വലത് എന്നുള്ളതിന് റൈറ്റ് എന്ന് പറയാം. റൈറ്റ് എന്നുള്ള അർത്ഥത്തിന് വലത് എന്നുള്ള അർത്ഥവും ശരി എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. അതേപോലെ ട്രൈ എന്ന് പറയുമ്പോൾ 3 എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ TRY എന്ന് എഴുതുകയാണെങ്കിൽ ശ്രമിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ട്രൈകസ്പിഡ് വലതാണോ ഇടതാണോ, നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ സമയത്ത് ആലോചിച്ച് വെച്ചേക്കുക, എപ്പോഴും ട്രൈ ചെയ്യുക എന്ന് പറയുന്നതാണ് റൈറ്റായ കാര്യം അല്ലേ, ശരിയായ കാര്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്നതാണ് റൈറ്റായ കാര്യം. അതുകൊണ്ട് ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ, യെസ്. അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇടതുഭാഗത്ത് എന്താ, പിന്നെ ബൈകസ്പിഡ് വാൽവാണ് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് അവിടെ സെറ്റാക്കി വെക്കാം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന അശുദ്ധ രക്തം ആദ്യം വന്ന് നിറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും വന്ന് നിറയുക. അപ്പം ട്രൈകസ്പിഡ് വാൽവ് തുറന്നു കൊടുക്കുമ്പം അത് താഴേക്ക് വരുന്നു. റെഡിയല്ലേ? എന്നിട്ട് ഇവിടെ നിന്നാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവുക? ശ്വാസകോശത്തിലകത്തേക്ക് പോകും. ശ്വാസകോശത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അശുദ്ധ രക്തത്തിന് ശ്വാസകോശത്ത് പറഞ്ഞു വിടുന്നത് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിൽ കൂടെയാണ് പറഞ്ഞു വിടുക. എന്നിട്ട് ശ്വാസകോശം ശുദ്ധീകരിച്ച് കൊടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ബാക്കി ഓക്സിജനൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുക്കും. രക്തം തിരിച്ചു പിന്നെ ഒരിക്കലും വലത്ത് ഭാഗത്തേക്ക് വരില്ല. ശുദ്ധീകരിച്ച രക്തം ശ്വാസകോശത്തു നിന്ന് ശ്വാസകോശ സിര വഴി വന്നിട്ട് എവിടെയാണെന്നറിയുക? പിന്നെ ഇടതുഭാഗത്ത്. ശുദ്ധമായ രക്തത്തിന് വലത്തേക്ക് പ്രവേശനമില്ല, ഇടതുഭാഗത്തായിരിക്കും. ഇവിടെ വന്നാണ് നിറയുക. ഇവിടെ നിന്ന് പിന്നെ രക്തം താഴേക്ക് വരുന്നു, ഇവിടെ വന്ന് നിറയുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ശുദ്ധരക്തത്തിനെ താഴെ ഭാഗം സങ്കോചിക്കുമ്പം മഹാധമനി വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അശുദ്ധമാവുന്ന സമയത്ത് വീണ്ടും വന്നിട്ട് ഏത് ഭാഗത്ത് നിറയും? വലത് നിറയുന്നു, ഇവിടേക്ക് വരുന്നു,
ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ശുദ്ധീകരിച്ച രക്തത്തിന് ശ്വാസകോശ സിര കൊണ്ടുവന്ന് ഇടത് ഏട്രിയത്തിൽ നിറയ്ക്കുന്നു. എന്നിട്ട് ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അവിടെ നിന്ന് മഹാധമനി വഴി ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ വേറെയും വാൽവിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ശ്വാസകോശ ധമനിയിലേക്ക് രക്തം കയറിപ്പോകുന്ന ഭാഗത്ത്, അതിൻ്റെ തുടക്ക ഭാഗത്ത്, അതേപോലെ മഹാധമനിയിൽ കൂടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തുടക്ക ഭാഗത്ത്, അവിടെയൊക്കെ ചില വാൽവ് കാണപ്പെടുന്നുണ്ട്. ശ്വാസകോശ ധമനി വാൽവ്, മഹാധമനി വാൽവ് എന്നൊക്കെ. അതിൻ്റെ ഷേപ്പ് ഒരു അർദ്ധചന്ദ്രാകാരമാണ്, സെമി ലൂണാർ, നമ്മൾ ചന്ദ്രക്കല പോലെ. അതുകൊണ്ട് അർദ്ധചന്ദ്രാകാര വാൽവുകൾ എന്ന് പൊതുവേ നമ്മൾ ഈ ശ്വാസകോശ ധമനി വാൽവിനെയും അതേപോലെ മഹാധമനി വാൽവിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പം ഇത്രയൊക്കെ സിമ്പിളാക്കി ഒരു ചിത്രമൊക്കെ വെച്ച് നമുക്കിങ്ങനെ പഠിച്ചെടുത്താൽ മതി. ഇതല്ല, ഇതിനേക്കാൾ കൂടുതൽ പോയിൻ്റൊക്കെ നമ്മൾ ഹൃദയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പുതിയൊരു ചിത്രമൊക്കെ കാണുമ്പം പെട്ടെന്ന് നമുക്ക് ഹൃദയത്തിനെ ഇങ്ങനെ തുറന്നു വെച്ച് കാണുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിളാക്കിയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. 4 അറകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, 4 അറയുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പറഞ്ഞാൽ 4 അല്ലേ. മുകളിലത്തെ അറകൾക്ക് പറഞ്ഞ പേരെന്താ ഗൈസ്? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മുകളിലത്തെ അറയ്ക്ക് പറയുന്ന പേരാണ് ഏട്രിയം. ഓക്കെ, എന്താ പറയുക? ഏട്രിയം. ഇനി താഴെയുള്ള അറകൾക്ക് പറയുന്ന പേരെന്താ? വെൻട്രിക്കിൾ. ഓക്കെ, എന്താണ്? വെൻട്രിക്കിൾ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? വെൻട്രിക്കിൾ എന്നാണ് പറയുക. ഇനി വലതുഭാഗം, ശരിക്കും വലതെന്ന് പറയുമ്പോൾ ചില കേസിൽ നമുക്കൊരു വലതിനെ ഒരു പോസിറ്റീവ് സെൻസിൽ അങ്ങനത്തെ ഒരു ഫീൽ നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല പറയാണ് ചിലത് അല്ലേ. അത് പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിചാരിച്ച് പറയുന്നല്ല കേട്ടോ, അല്ലാതെ പറയുകയാണ്. വലത് ഇടതെന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് വലത് കൈ, പിന്നെ ലെഫ്റ്റ് ഹാൻഡഡ് ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലതായിരിക്കും പ്രധാനം. എന്നാലും നമ്മൾ കോമൺ ആയി പറയുമ്പോൾ വലതിന് ഒരു പോസിറ്റീവ് ഫീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൃദയം പഠിക്കുമ്പോൾ നേരെ തിരിച്ചാലോചിച്ചോ. വലതുഭാഗത്ത് എന്ത് രക്തമാണ്? അശുദ്ധ രക്തമാണ് കേട്ടോ. വലതുഭാഗത്ത് അശുദ്ധ രക്തം. അശുദ്ധ രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, ഓക്സിജൻ കുറവായിരിക്കും. ഇടതുഭാഗത്താണ് എന്തുള്ളത്? ശുദ്ധരക്തം. ശുദ്ധരക്തം ഇടതുഭാഗത്താണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇടതുഭാഗത്താണ് എന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ ഗൈസ്? അപ്പം ഇത്രയും സാധനങ്ങൾ ആണ് ആ ചിത്രത്തിൽ നിന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ 1-2 വാൽവിൻ്റെ പേര് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിൻ്റെ പേരെന്താ പറഞ്ഞേ? ത്രിദള വാൽവ് അല്ലേ. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താ? ട്രൈ ചെയ്യുക എന്നുള്ളതല്ലേ. ഇപ്പം ഇംഗ്ലീഷ് പഠിക്കണം. ഇതാണിപ്പോൾ അധിക ബുക്കിലും മലയാളമല്ല. ട്രൈ കസ്പിഡ് എന്നാണ്, കപ്സിഡ് എന്ന് പറയരുത്, കസ്പിഡ് വാൽവ് എന്നാണ് പറയുക. ട്രൈ കസ്പിഡ് വാൽവ് അഥവാ ത്രിദള വാൽവ്. ഇടത് ഭാഗത്ത് കാണപ്പെടുന്ന വാൽവിൻ്റെ പേരാണെന്ത്? ദ്വിദള വാൽവ് എന്ന് പറഞ്ഞു. ഇവിടെ ഇല്ലാത്തതൊന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഏതാ? ബൈകസ്പിഡ് വാൽവ് അല്ലേ. ബൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ് അഥവാ ദ്വിദള വാൽവ്. ഈ പേര് പഠിച്ചോ. മിട്രൽ വാൽവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാ? ബൈകസ്പിഡ് വാൽവിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ വലത് റൈറ്റായ കാര്യം എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ്. അതാണ് മനസ്സിലാലോചിച്ച് വെച്ചാൽ മതി. പിന്നെയും വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു. മഹാധമനീൻ്റെ തുടക്കത്തിൽ അല്ലേ, ഇടത് ഭാഗത്തു നിന്ന് പോകുന്ന മഹാധമനീൻ്റെ തുടക്കത്തിൽ, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന മഹാധമനീൻ്റെ തുടക്കത്തിൽ. അതേപോലെ ശ്വാസകോശ ധമനി ആരംഭിക്കുന്നത് എവിടെയാ? വലത്തെ വെൻട്രിക്കിളിൽ നിന്നാണ്. മഹാധമനി ആണെങ്കിൽ ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നാണ് അല്ലേ. അപ്പം ഇതിലേക്കൊക്കെ തുറക്കുന്ന വാൽവുകൾക്ക് പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് അർദ്ധചന്ദ്രാകാര വാൽവുകൾ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്നാണ് ഇവരെ വിളിക്കുക. ഇപ്പം നമുക്കൊരു ഡൗട്ടിൽ ഇതെന്തിനാ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വാൽവ് വെച്ചേക്കുന്നേ? കാരണം രക്തം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. ഏട്രിയത്തുനിന്ന് വെൻട്രിക്കിളിലേക്ക് ഒഴുകിയാൽ രക്തത്തിന് തോന്നുകയാണെന്നാൽ ഞാൻ തിരിച്ച് വന്നിടത്തേക്ക് തന്നെ പോട്ടെ. അപ്പോൾ അങ്ങനെ പോകുന്നത് ശരിയല്ല. ഓക്കെ, ശ്വാസകോശത്തിലേക്ക് ശുദ്ധീകരിക്കാൻ പോയ രക്തം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ നോക്കിക്കഴിഞ്ഞാലോ? അത് അലൗഡല്ല. അപ്പോൾ ഒരു ഭാഗത്തേക്ക് രക്തം ഒഴുകിക്കഴിഞ്ഞാൽ രക്തം തിരിച്ചൊഴുകാൻ ശ്രമിക്കുമ്പോൾ ആ തിരിച്ചൊഴുക്ക് തടയുക എന്നുള്ളതാണ് വാൽവിനെ കൊണ്ടുള്ള ആവശ്യം. അപ്പോൾ രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയാനാണ് നമ്മൾ വാൽവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ കാണുന്നത്. ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു കുഞ്ഞ് ഹൃദയത്തിനെ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സിമ്പിളാക്കി പഠിച്ചെടുത്ത് ഒരു ചിത്രമൊക്കെ വെച്ച് സിമ്പിളാക്കി പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹൃദയമല്ല ഏത് അവയവമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ LGS എക്സാം എന്ന് പറയുന്ന എക്സാമൊക്കെ ഇനി വരുമ്പോൾ വേരിയസ് LGS ഒക്കെ ആകുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് ബയോളജി ഭാഗത്തുനിന്ന് ബയോളജിയും പൊതുജനാരോഗ്യവും കൂടെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു
15ഓളം മാർക്കിനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ അധികം സ്കൂൾ ലെവലിലുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെ മതി. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വളരെ സിമ്പിളാക്കിയിട്ട് നമ്മുടെ ബോർഡിലുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ വെച്ചിട്ട് സിമ്പിളാക്കിയിട്ട് പഠിച്ച് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ പഠിച്ചെടുത്താൽ പിന്നെ ഒരിക്കലും നമുക്ക് മറന്നു പോകാത്തൊരു ഫാക്റ്റായിട്ട് മാറും. റെഡി അല്ലേ? ക്ലിയർ. അപ്പോൾ എന്തായാലും നമ്മൾ വേരിയസ് എൽജിഎസ് പോലെയുള്ള എക്സാമിനെ പറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാണ്. വേരിയസ് എൽജിഎസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാമാണ് അല്ലേ. അപ്പോൾ ആ വേരിയസ് എൽജിഎസ് എക്സാമിന് എന്തായാലും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെ അവിടെ പറയുകയാണേ. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജൂൺ 29 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 1699 ആണ് ഫീസ് വരുന്നത്. പിന്നെ എക്സാം വരെ അല്ലെങ്കിൽ 1 ഇയർ ആയിരിക്കും ആ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ നമുക്ക് സിമ്പിളാക്കിയിട്ട് 15 മാർക്കിനുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് സയൻസ് ബാക്ക്ഗ്രൗണ്ടോ ബയോളജീൻ്റെ മുൻപരിചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ PSC എക്സാമിലേക്ക് വരുമ്പം വേണ്ട. ആകെ വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്, പിന്നെ സിമ്പിളാക്കി പഠിച്ചെടുക്കുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സും. ഓക്കെ, യെസ്, റെഡി അല്ലേ? അപ്പോൾ എന്തായാലും ഇനി കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് 9995100800 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ക്ലാസ് കാണാം ഗൈസ്. താങ്ക്